ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഇത് സൂപ്പർ സൂപ്പർ സാധനമാണ്. ഇത് അത്രയ്ക്ക് ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയണത്, ജെന്യുവിന് പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻ്റെ മുടി എല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ മുട്ട പോണക്ക് റൗണ്ടിൽ മുട്ട കശണ്ടി പോണക്കായായിരുന്നു. അത് അവിടെ എനിക്ക് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് വരാനായാലും എൻ്റെ ഹെയർ ഫോൾ നിൽക്കാനായാലും സഹായിച്ച ഒരു സൂപ്പർ വാട്ടറാണിത്. അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്തേരെ. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മുടെ ഈ സൂപ്പർ അടിപൊളി ഈ ഒരു വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അത് ചേർത്തേക്കുന്നതെന്നും കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വാട്ടർ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കയുടെ തോലാണ് എടുത്തേക്കുന്നത്. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു വാട്ടറാണ് ഇത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എടുത്ത് കളയുന്നതാണ്, പക്ഷേ നമുക്കിത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഏത്തക്കയുടെ തോല്. ഇനി നമുക്ക് ഏത്തക്ക കഴിച്ചിട്ട് എൻ്റെ തോലെടുത്ത് കളയേണ്ട കാര്യമില്ല. ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. സ്റ്റീൽ കപ്പ് കണക്കുള്ളൊരു ഗ്ലാസ്സാണ്. അതിനൊരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. പക്ഷെ തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തക്കയുടെ തോൽ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എങ്കിലേ അതിൻ്റെ ഒരു ഗുണം തിളയ്ക്കുമ്പോഴത്തേക്കിനെ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ തേയിലയാണ്. നമ്മുടെ തേയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് റോസ്മേരിയുടെ ലീഫും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മസ്റ്റാണ് കേട്ടോ. ഇത് മൂന്നും നമ്മുടെ മുടി വളരാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഇതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് ആ ഒരു ഗ്ലാസ് എന്നുള്ളത് തിളച്ച് വറ്റിച്ചൊരു അര ഗ്ലാസ് ആവുന്ന രീതിയിൽ അത്രയ്ക്ക് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്താക്കി നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ഈ ഒരു വാട്ടർ തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് തേച്ചിട്ട് മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ചൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് നോർമൽ വാട്ടർ തന്നെ കഴുകിക്കളയാം. ഷാമ്പൂ ഇടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് തലയിലിട്ടിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അയ്യോ എന്താണ് തലയിലിട്ടേക്കുന്ന പോണക്കൊന്നും തോന്നത്തതൊന്നുമില്ല. ഇത് നമുക്ക് അത്രയ്ക്ക് നല്ല ഹെയറിന് നന്നായിട്ട് സഹായിക്കുന്ന, ഹെയർ കിളിക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അന്ന് മുടി കൊഴിച്ചിലുള്ള സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നന്നായിട്ട് ബേബി ഹെയർസ് ഒക്കെ വന്നതിന് നീളം വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.